ഇന്നത്തെ പോലെ എന്തെങ്കിലും സാമ്പത്തിക നേട്ടം അവർക്കാർക്കും ഇല്ല. ഇതിൻ്റെ പിന്നിൽ ഇല്ല എന്ന് പറയാൻ വെറുതെ പറയുകയല്ല, സമ്പത്ത് മോഹിച്ചിട്ടല്ല ഇവിടെ സമസ്തയുടെ പ്രവർത്തനം മുമ്പ് നടന്നത്. കോഴിക്കോട് ബഹുമാനപ്പെട്ട കണ്യത്ത് അഹമ്മദ് മുസ്ലിയാർ കോഴിക്കോട് നിന്ന് തെക്കുംതലക്കലെ ആണ് സമസ്തൻ്റെ ഓഫീസായി പ്രവർത്തിച്ചിരുന്ന സ്ഥലം. തെക്കുംതലക്കൽ ഹൽവ ബസാറിലാണ് ഉണ്ടായിരുന്നത്. ഹൽവ ബസാറിലൊരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഒരു ഹാള് സമസ്തക്കുണ്ടായിരുന്നു വാടകയ്ക്ക്. അവിടെ വെച്ചിട്ടാണ് സുന്നി ടൈംസൊക്കെ പ്രിൻ്റ് ചെയ്തിരുന്നതൊക്കെ അവിടെ വെച്ചിട്ടാണ്, മുദാക്കര പള്ളിൻ്റെ തൊട്ട്. അവിടെ നിന്ന് മുശാവറ യോഗം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എന്തിനധികം മുശാവറക്ക് കൂടിയ പണ്ഡിതന്മാർക്ക് ഒരു നേരത്തെ ഉച്ചഭക്ഷണം കൊടുക്കാൻ കോഴിക്കോട് വലിയങ്ങാടിയിൽ കൂടി നടന്ന് ഒരണയും അരണയും പിരിച്ചെടുത്തുകൊണ്ട് അതുകൊണ്ട് ഉച്ചഭക്ഷണം വാങ്ങിക്കൊടുത്ത അനുഭവം സമസ്തക്കുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട KV മുഹമ്മദ് മുസ്ലിയാരെ പോലുള്ള ആളുകളാണ് അത് ചെയ്തിരുന്നത്. ഇങ്ങനെയുള്ള സമസ്ത കാര്യലാഭത്തിന് വേണ്ടി ആരും അതിൻ്റെ പിന്നിൽ കൂടുകയില്ല, അത് ഉറപ്പാണ്. ഒരു പൈസയും കിട്ടൂല. അപ്പോൾ ആ ലക്ഷ്യമല്ല ഇവിടെ ഉണ്ടായിരുന്നത്. പിന്നെ ബഹുമാനപ്പെട്ട കണ്യത്ത് ഉസ്താദ് സമസ്ത രൂപീകരിക്കുന്ന കാലത്ത് തന്നെ അതിൻ്റെ അംഗമാണ്. ഏറ്റവും ചെറിയ പ്രായം കുറഞ്ഞ വ്യക്തിയാണ് അന്ന് ബഹുമാനപ്പെട്ട കണ്യത്ത് ഉസ്താദ്. മഹാനവറുകളെ പറ്റി പല കഥകളും നിങ്ങൾ കേട്ടിരിക്കാം. കോഴിക്കോട് നിന്ന് നാട്ടിലേക്ക് ബസ് കയറാൻ മൂപ്പരെടുത്തൊരു നാണയത്തുട്ടുണ്ട്. അത് കൊടുത്ത് ബസ്സിന് വേണ്ടി കൈ സൂക്ഷിച്ചതാണ്. ഒരാൾ കൈ കാട്ടി വന്നപ്പോൾ അദ്ദേഹത്തിന് യാചകൻ വന്നപ്പോൾ അദ്ദേഹത്തിന് കൊടുത്തു. പിന്നെ ഒന്നുമില്ല. പിന്നെ എങ്ങനെ നാട്ടിലെത്തണം? നടന്നു പോന്നു. കോഴിക്കോട് നിന്ന് അങ്ങനെ നടന്ന് വാഴക്കാടെത്തി. രാത്രി പാതിരാക്ക് വാഴക്കാടെത്തിയപ്പോൾ ഭക്ഷണം കൊണ്ടുവരുന്ന ഹാദിമ് ഭക്ഷണം വാങ്ങി ഇരിക്കുകയാണ്. രാത്രി ഭക്ഷണം. അവൻ ഭക്ഷണം കഴിച്ചിട്ടില്ല. അദ്ദേഹം ഉസ്താദ് ഭക്ഷണം കഴിക്കണം. ഉസ്താദ് പറഞ്ഞു, ഇന്ന് ഭക്ഷണം എനിക്ക് പാടില്ല, ആ ഭക്ഷണം എനിക്ക് കഴിക്കാൻ പാടില്ല, ഞാൻ ദർസ് നടത്തിയിട്ടില്ല, സമസ്തൻ്റെ യോഗത്തിന് പോയിരിക്കുകയാണ്, ദർസ് നടത്തുന്ന മുദരിസിനുള്ളതാണ് ഈ ഭക്ഷണം, അതെനിക്ക് കഴിക്കാൻ പാടില്ല, നീ കഴിച്ചോ, നിനക്ക് ജായിസാണ്. അവൻ കൂട്ടാക്കിയില്ല, കഴിക്കാൻ കൂട്ടാക്കിയില്ല. അവസാനം കണ്ണിത്ത് ഉസ്താദ് മുകളിൽ കടന്നുറങ്ങുന്ന കുട്ടികളെ വിളിച്ച് ഉണർത്തി അവർക്ക് കിതാബ് ദർസ് നടത്തി കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ചോറെടുത്തോ, ഇപ്പോൾ എനിക്ക് ഹലാലായിരിക്കുന്നു, ഞാൻ ദർസ് നടത്തിയിട്ടുണ്ട്, എനിക്ക് ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിച്ചു. അതിനുശേഷമാണ് ഖാദിമ് ഭക്ഷണം കഴിച്ചത്. ഇത് മഹാനവറുകളുടെ ജീവിതത്തിലെ അനുഭവമാണ്. ഇനി ഇത് നിങ്ങൾ പല സ്ഥലത്തുനിന്നും കേട്ടിട്ടുണ്ടായിരിക്കാം. ഞാനിതിവിടെ പറഞ്ഞത് ഇത്തരം ആളുകളാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ സ്ഥാപിച്ചിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. അവിടെ പണം മോഹിച്ചിട്ടില്ല. അതുപോലെ ഇഖ്ലാസ് തോന്നുന്ന ഒരു ഹലാലാണ് എന്ന് ഹലാലല്ല എന്ന് തോന്നുകയാണെങ്കിൽ ആ ഭാഗത്തേക്ക് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിനെ കിട്ടുകയില്ല. ഇനി ഒരു പക്ഷേ നിങ്ങൾ ആരും കേട്ടിട്ടില്ലാത്ത ഒരു സംഭവവും കൂടി ഞാൻ പറയാം. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് ഇവിടെ പിളർപ്പുണ്ടായല്ലോ, 89-ലുള്ള ആ പിളർപ്പ്. ആ പിളർപ്പിൻ്റെ സമയത്ത് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ശംസുൽ ഉലമയുടെ അടുക്കൽ ഒരു മസാല പ്രശ്നവുമായി പോയിരിക്കുകയാണ്. ഞങ്ങൾ 4-5 പേര് അവിടെ നിന്ന് കേട്ടു കണ്ണിയത്ത് ഉസ്താദിന് തീരെ സുഖമില്ലാതെ, വെറുതെ പറഞ്ഞുണ്ടാക്കിയതാണ്. ഞങ്ങളത് കേട്ട് എന്നാൽ പോകുമ്പോൾ നമുക്ക് അതിലെ പോവാം എന്ന് പറഞ്ഞ് തിരിച്ചു. ഫറൂഖിൽ നിന്ന് വാഴക്കാട്ടേക്ക് വണ്ടി വിട്ട് അങ്ങനെ വാഴക്കാടെത്തി അന്വേഷിച്ചപ്പോൾ പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ല. എന്നാലും നമ്മൾ അവിടെ പോയി കണ്ണിയത്ത് ഉസ്താദിനെ കണ്ടു പോകണം, ദുആ ചെയ്യിപ്പിച്ചിട്ട് പോകണം എന്ന് പറഞ്ഞ് അവിടെ പോയി. ഞങ്ങൾ 5 ആളാണ്, 5 or 6 ആണ്. അതിന് ഞങ്ങൾ ചെന്നപ്പോൾ കോട്ടുമല ഉസ്താദിൻ്റെ മകൻ ബാപ്പു മുസ്ലിയാരും മഞ്ചേരി കുരിക്കളും അങ്ങനെ അവർ 6 ആൾ അങ്ങാണ്ട് അവിടെ ഉണ്ട്. അവരുണ്ട് ഇറങ്ങുമ്പോഴാണ് ഞങ്ങളാണ് കയറി ചെല്ലുന്നത്. ഞങ്ങൾ ചെന്ന് പത്തത്തെ ഹംസാജി, പെരുന്തവണ പത്തത്തെ ഹംസാജി ആ കൂട്ടത്തിലുണ്ട്. അദ്ദേഹം മുന്നിലാണ്. ഞങ്ങൾ വരിയായിട്ട് കണ്ണിയത്ത് ഉസ്താദിനെ മുസാഫഹത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് വരിയായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഹംസാജി മുന്നിലുണ്ട്. അദ്ദേഹം അടുത്തെത്തിയപ്പോൾ എന്താ പോകുന്നതെന്ന് ചോദിച്ചു. എന്താ വേണ്ടത്? ദുആ ചെയ്യിപ്പിക്കാനാണ്, കാണാനാണ്.
അദ്ദേഹം പോക്കറ്റിൽ നിന്ന് 20 റുപ്യയുടെ നോട്ടെടുത്തിട്ട് കണ്ണിയത്ത് ഉസ്താദിന് നീട്ടി. അപ്പോൾ അദ്ദേഹം കണ്ണിയത്ത് ചോദിച്ചു, എന്താണതെന്ന് ചോദിച്ചു. അത് പൈസയാണ്. എത്ര പൈസയാണ്? 20 റുപ്യയാണ്. അതെന്തിനാ തന്നതെന്ന് ചോദിച്ചു. അപ്പോഴേക്കും അദ്ദേഹം വറക്കാൻ തുടങ്ങി. പിന്നെന്ന് ഞാൻ പറഞ്ഞു, ദുആ ചെയ്യാനാണെന്ന് പറഞ്ഞളേ, ദുആ ചെയ്യാനാണ് എന്ന് പറഞ്ഞു. ആ സമയത്ത് മലയാളത്തിൽ അദ്ദേഹത്തിനും വത്തത്തെ ഹംസാജിക്കും അയാളെ കുടുംബത്തിനും അയാളെ നാടിനും ഒക്കെ വേണ്ടിയിട്ട് കുറേ മലയാളത്തിൽ ദ്വാരന്നതിൻ്റെ ശേഷം ചോദിച്ചു, മതിയോ? മനസ്സിലാക്കണം, മതിയോ? എന്താ അതിൻ്റെ അർത്ഥം? ഈ തന്ന 20 റുപ്യക്ക് ആയോ? ആ 20 റുപ്യക്ക് മാത്രം ഈ ദുആ ആയിട്ടില്ലെങ്കിൽ ആ 20 റുപ്യ ഹലാലല്ല. അതാ ചോദിച്ചത്, മതിയോ? മതി എന്ന് പറഞ്ഞതിന് ശേഷം ആ പൈസ എടുത്തിട്ട് കുഞ്ഞുമോനെ എന്ന് പറഞ്ഞുകൊണ്ട് മകൻ്റെ അടുത്ത് ഏൽപ്പിച്ചു. ഇത് എൻ്റെ അനുഭവത്തിലുള്ളൊരു കാര്യമാണ്. എന്നിട്ട് കന്യത്തിന് അത്തും മുത്തുമാണ് എന്ന് പറഞ്ഞു നടന്നിരുന്ന ആ കാലത്താണ് നേരത്തെ വന്ന 6 ആളും ഇപ്പോൾ വന്ന 5 ആളും 6, 5, 11 ആൾക്ക് ചായ കൊടുത്തില്ലേ കുഞ്ഞുമോനെ വിളിച്ചിട്ട്. നേരത്തെ വന്ന 6 ആളും ഇപ്പോൾ വന്ന 5 ആളും 6, 5, 11 ആൾക്ക് ചായ കൊടുത്തില്ലേ? ഇങ്ങനെ ചോദ്യം. ഈ ആൾക്കാണോ അത്തും പുത്തുള്ളത്? അപ്പോൾ ഇങ്ങനെയുള്ള മഹാന്മാരാണ് നമ്മുടെ ഈ സംഘടന, ഈ സമസ്ത കേരള ജമിയത്തുൽ ഉലമ രൂപീകരിച്ചിരിക്കുന്നത്. ഇത് നാം മനസ്സിലാക്കണം. അവർ പണം മോഹിച്ചിട്ടില്ല, സ്ഥാനമാനങ്ങളും മോഹിച്ചിട്ടില്ല. ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ സമസ്ത രൂപീകരിക്കുമ്പോൾ ആളുകൾ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരെയാണ് പ്രസിഡൻ്റായിട്ട് അഭിപ്രായപ്പെട്ടത്. ആ സമയത്ത് മഹാനവറുകൾ പറഞ്ഞു, അതാ ആയിരിക്കണ മഹാനാണ് അതിനർഹൻ. വരക്കൽ മുല്ലക്കോയ തങ്ങളെ ചൂണ്ടിയിട്ട് അദ്ദേഹമാണ് അതിനർഹൻ എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് അഹമ്മദ് കുട്ടി മുസ്ലിയാർ. ആദ്യത്തെ സമസ്തയുടെ സംഘടനയിൽ നിന്ന് അഹമ്മദ് കുട്ടി മുസ്ലിയാർ സ്വയം ഒഴിഞ്ഞു മാറുകയാണ്. നമ്മൾ ഇന്നെ എടുക്കണം എന്ന് പറഞ്ഞിട്ട് എടുക്കാത്തതിൻ്റെ പേരിൽ പ്രമേയം പാസ്സാക്കുക. എന്താണ് ഇതൊക്കെ? ബസ്സിന് ഓടി ഒരാൾ റോട്ടിലെത്തി, പക്ഷേ ബസ് നിർത്തിയില്ല, പ്രമേയം പാസ്സാക്കുക. ആ ബസ് നിർത്തിയില്ല. എന്താണ് കൂട്ടരെ ഇതിനെന്താ പറയുക? ഇതിന് മാർഗഭ്രംശം എന്ന് പറഞ്ഞാൽ പോരാ, ബുദ്ധിഭ്രംശം എന്നാണ് ഇതിന് പേര്. ഈ രൂപത്തിൽ മനുഷ്യൻ അധപ്പതിക്കാൻ പോയാൽ എന്താ ചെയ്യുക? 4 കാലുള്ള ജന്തുക്കൾ വരെ ഇത്ര അധപ്പതിക്കൂല. അപ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത്, സഹോദരന്മാർ, നമ്മുടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ രൂപീകരിച്ചിരിക്കുന്നത് അത് മഹാന്മാരായ ആളുകളാണ്. അത് നിലനിൽക്കും. അവർ എന്തുദ്ദേശം വെച്ചിട്ടാണോ ആ ഉദ്ദേശത്തിൽ തന്നെ ഇന്നും അത് ചലിച്ചു കൊണ്ടിരിക്കുന്നത്. സമസ്ത വേറെ ഒരു ലക്ഷ്യവും സമസ്തയ്ക്ക് വേറെ ഇല്ല. ആ സുന്നത്ത് ജമാഅത്ത് ഇവിടെ നിലനിർത്തണം, അതിൽ ജനങ്ങളെ അടിയുറപ്പിച്ച് നിർത്തണം. ഈ ഉദ്ദേശമല്ലാതെ ഇവിടെ സമസ്തക്ക് മറ്റ് ലക്ഷ്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് വളരെ വിശ്വാസത്തോടുകൂടെ വളരെ ധൈര്യമായിക്കൊണ്ട് സമസ്ത പറയുന്നത് കേട്ടോളൂ. ഇതിൻ്റെ മുമ്പ് ഒരു ആദർശ സമ്മേളനത്തിന് ഈ മക്കൾ തന്നെയാണ്, ഈ SKSFിൻ്റെ മക്കളാണ് അത് സംഘടിപ്പിച്ചത്. അതിൽ ഒരു 8-10 സ്ഥലങ്ങളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. സർവശക്തനായ അല്ലാഹു അതിന് ഭാഗ്യം നൽകി, അൽഹംദുലില്ലാ. അതിനുശേഷമാണ് ഞാൻ മറ്റൊരു രൂപത്തിലേക്ക് മാറിയതും ഈ ലോകം മുഴുവനും എന്നെ അറിയാൻ തുടങ്ങിയതും. ഒന്നും അറിയാത്ത ഒരു സംസാര വൈഭവം ഇല്ലാതെ ഒരു മുക്കിലിരുന്ന് ദർസ് നടത്തുന്ന വ്യക്തിയായിരുന്നു ഞാൻ. ഇങ്ങനെ ഇറങ്ങി നടക്കേണ്ടി വന്നതൊക്കെ അന്ന് മുതൽക്കാണ്. ഏതായിരുന്നാലും ഞാൻ ഈ മക്കളെ വളരെ പുകഴ്ത്തുകയാണ്. ഇപ്പോഴും എനിക്ക് പറയാനുള്ളതാണ്, സമസ്തയുടെ പിന്നിൽ അണിനിരന്നുകൊണ്ട് ചാണിന് ചാണായി സമസ്ത എന്താണോ പറയുന്നത് അത് അപ്പടി സ്വീകരിച്ചുകൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമസ്തയുടെ കീഴടകം, ഏറ്റവും വലിയ കീഴടകം, ഏറ്റവും കഴിവുള്ള കീഴടകം അത് SKSF ആണ് എന്ന് പറയാൻ ഞാനിപ്പോഴും ആഗ്രഹിക്കുകയാണ്. അന്നും ഞാൻ ഇത് തന്നെയാണ് പറഞ്ഞിരുന്നത്. അതിൻ്റെ ആവർത്തനമാണ്, അതിൻ്റെ ലക്ഷണമാണ്, അതിൻ്റെ ശരിയായ തെളിവാണ്. ജാരിയ ഫണ്ട് ആ കുട്ടികൾ ഇവിടെ നടത്തിയപ്പോൾ ഞാനിത് തുടങ്ങിയപ്പോൾ ഒരു 2 കോടി പോയിട്ട് 1 കോടി 1 ലക്ഷം 10 ലക്ഷം സംഭരിക്കാൻ ഇവർക്ക് കഴിയുമോ എന്നൊക്കെ ധരിച്ചു പോയതാണ്. അത് എത്ര പെട്ടെന്നാണ് 10 കോടി സംഖ്യ പിരിച്ചുണ്ടാക്കാൻ ഈ കുട്ടികൾക്ക്
ഏതൊരു സംഘടനക്കാണ് ഇവിടെ അതിന് സാധിക്കുക? നിങ്ങൾ ആലോചിച്ച് നോക്കും. ഏതൊരു സംഘടനക്കാണ് സാധിക്കുക? ഒരു സംഘടനക്കും ഇവിടെ അങ്ങനെ ഒരു സംഖ്യ പിരിച്ചെടുക്കാൻ ഇവിടെ ദീനീപരമായി സാധിക്കുകയില്ല, രാഷ്ട്രീയപരമായും സാധിക്കുകയില്ല. അപ്പോൾ അത് ജനങ്ങൾക്ക് ഈ SKSSFിനോടും സമസ്തയോടുമുള്ള ആ പ്രതിപത്തിയും അത് ജനങ്ങൾക്കുള്ള താല്പര്യവുമാണ് ആ കാണുന്നത് എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാം. നമ്മുടെ പ്രവർത്തനവുമായി മുന്നോട്ട് പോവുക, ആരെയും ആക്ഷേപിക്കേണ്ട കാര്യം നമുക്കില്ല. സിറാത്തുൽ മുസ്തഖീം നമ്മുടെ മുന്നിൽ വരച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. അതാണ് സമസ്ത നമുക്ക് കാണിച്ചു തരുന്ന വഴി. ബഹുമാനപ്പെട്ട നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന വഴി, സഹാബത്ത് കാണിച്ചു തന്ന വഴി. നബി പറഞ്ഞത് ഞാൻ ഉൾക്കൊള്ളുന്ന ആ പ്രസ്ഥാനം എന്നല്ല. ആ 73 സംഘത്തിൽ ഒരു സംഘം മാത്രമാണ് ഹക്കിൻ്റെ മേലിലുള്ളത്, ബാക്കിയൊക്കെ നിലകത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ ആ സംഘം ഏതാണെന്ന് സഹാബി ചോദിച്ചു. ആ സമയത്ത് നബി പറഞ്ഞത് മാ അന അലൈഹി വാ സഹാബി. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ സഹാബത്തും കാണിച്ചു തന്ന അതാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത്. അത് നിലനിർത്താനാണ് സമസ്ത ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണ് താബിഈകൾ നമുക്ക് കാണിച്ചു തന്നത്. താബിഈകളും അവിടുന്ന് ഇങ്ങോട്ട് ശേഷമുള്ള മുഴുവൻ മഹാന്മാരായ ഇമാമുകളും നമുക്ക് വരച്ച് കാണിച്ചു തന്നത് ആ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്താണ്. അത് തന്നെ നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ട് സമസ്തയുടെ ആഹ്വാനം അനുസരിച്ചുകൊണ്ട് നാം പ്രവർത്തിക്കുക. ഇനി ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ലെങ്കിലും, ഇതിന് നമ്മൾ ഈ യോഗത്തിന് വേണ്ടി തിരിഞ്ഞു നോക്കിയിട്ടില്ലെങ്കിലും സമസ്ത അത് സമ്മേളനം അവിടെ കാസർഗോഡ് ഗുനിയയിൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധത്തിലുള്ള, ഇവിടെ ഇപ്പോൾ നിങ്ങൾ ഈ ഓഡിറ്റോറിയം എടുത്തു, ഇത് മതിയാകാത്ത അവസ്ഥയാണ് വന്നിട്ടുള്ളത്. ഇതിപ്പോൾ അവിടെ മതിയാകാതെ പുറത്താണ്. ഇതേപോലെ ഗുനിയ എന്ന് പറഞ്ഞ രാജ്യം മതിയാകാത്ത ഒരവസ്ഥ നമ്മുടെ സമ്മേളനത്തിന് ഉണ്ടാവും. അതുണ്ടാകട്ടെ. അതാണ് ഞാൻ. അപ്പോൾ ഞാൻ നീട്ടി പറയുന്നില്ല സഹോദരന്മാരെ, ഈ പ്രസ്ഥാനം ഹക്കിൻ്റെ മേൽ നിലകൊള്ളുന്ന പ്രസ്ഥാനമാണ്. അത് തന്നെ നിങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അതിനു വേണ്ടി പ്രവർത്തിക്കുക. ഞാൻ നീട്ടി പറയുന്നില്ല. ഇനിയും ഇവിടെ പ്രാസംഗികന്മാർ ഒരുപാടുണ്ട്, ബഹുമാനപ്പെട്ട വന്നുകൊണ്ടിരിക്കുന്നു. അവർക്കൊക്കെ വേണ്ടി ഞാൻ ഇനിയും നീട്ടി കഴിഞ്ഞിട്ടില്ലേ? അപ്പോൾ ഈ രൂപത്തിൽ പ്രവർത്തിക്കുവാൻ സർവശക്തനായ റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീക്ക് നൽകട്ടെ എന്നീ അവസരത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ SKSSF ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ രൂപത്തിൽ അവർക്ക് ദീനിനു വേണ്ടി പ്രവർത്തിക്കുവാൻ സമസ്തയുടെ എല്ലാ ആഹ്വാനങ്ങളും സ്വീകരിച്ചുകൊണ്ട്, അക്ഷരം പ്രതി സ്വീകരിച്ചുകൊണ്ട് ആ നിലക്ക് തന്നെ മുന്നോട്ട് പോകുവാൻ സർവശക്തനായ റബ്ബുൽ ഇസ്സത്ത് അവർക്ക് ഖിയാമത്ത് നാൾ വരെ കഴിവും പ്രാപ്തിയും നൽകട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. സഹോദരന്മാരെ, വളരെ വേദനയോടുകൂടെ ഞാൻ ചില കാര്യങ്ങൾ കൂടി നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇപ്പോൾ